ക്വസ്റ്റ്യൻ: ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം? ഓപ്ഷൻസ്: തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. ആൻസർ ഓപ്ഷൻ എ, തെക്ക്. ഇതുമായി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇന്ത്യ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്നത് ഉത്തരപൂർവാർദ്ധഗോളത്തിൽ. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏഷ്യ. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം തെക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലിദ്വീപ്. അപ്പോൾ ഇന്ത്യ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്നത് ഉത്തരപൂർവാർദ്ധഗോളത്തിൽ. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏഷ്യ. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം തെക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലിദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ, ചെറുത് മാലിദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ, ചെറുത് മാലിദ്വീപ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ഓപ്ഷൻസ്: 20, 25, 30, 35. ആൻസർ ഓപ്ഷൻ സി, 30. അടുത്ത ക്വസ്റ്റ്യൻ: ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഓപ്ഷൻസ്: വൃത്തം, സമചതുരം, അർദ്ധവൃത്തം, ത്രികോണം. ആൻസർ ഓപ്ഷൻ ഡി, ത്രികോണം. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ത്രികോണാകൃതിയിൽ നർമ്മദാ നദിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ത്രികോണാകൃതിയിൽ നർമ്മദാ നദിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. സഹ്യാദ്രി, നീലഗിരി, ആനമലൈ, കാർഡമം ഹിൽസ് എന്നിവ ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറൻ ഭാഗത്തായാണ് കാണപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകൾ മൈക്കല നിരകൾ, മഹാദേവ് കുന്നുകൾ, കൈമൂർ കുന്നുകൾ. ഡെക്കാൻ പീഠഭൂമിയിലുള്ള പ്രധാന ആഗ്നേയശില ബസാൾട്ട്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം കറുത്ത മണ്ണ്. അപ്പോൾ സഹ്യാദ്രി, നീലഗിരി, ആനമലൈ, കാർഡമം ഹിൽസ് എന്നിവ ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറൻ ഭാഗത്തായാണ് കാണപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകളാണ് മൈക്കല നിരകൾ, മഹാദേവ് കുന്നുകൾ, കൈമൂർ കുന്നുകൾ. ഡെക്കാൻ പീഠഭൂമിയിൽ ഉള്ള പ്രധാന ആഗ്നേയശില ബസാൾട്ട്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം കറുത്ത മണ്ണ്. ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം പൂനെ, മഹാരാഷ്ട്ര. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖല ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പോൾ ഡെക്കാൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം പൂനെ, മഹാരാഷ്ട്ര. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖല ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. ഓപ്ഷൻസ്: വടക്കേ ഇന്ത്യൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, വടക്കു പടിഞ്ഞാറൻ പർവ്വതപ്രദേശം. ആൻസർ ഓപ്ഷൻ ബി, ഉപദ്വീപീയ പീഠഭൂമി. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം.
ഇന്ത്യയുടെ പ്രധാന ഭൂവിഭാഗങ്ങൾ: 1. ഉത്തരപർവ്വത മേഖല, 2. ഉത്തര മഹാസമതലം, 3. ഉപദ്വീപീയ പീഠഭൂമി, 4. തീരപ്രദേശങ്ങൾ, 5. ദ്വീപുകൾ. അപ്പോൾ ഇന്ത്യയുടെ പ്രധാന ഭൂവിഭാഗങ്ങൾ: 1. ഉത്തരപർവ്വത മേഖല, 2. ഉത്തര മഹാസമതലം, 3. ഉപദ്വീപീയ പീഠഭൂമി, 4. തീരപ്രദേശങ്ങൾ, 5. ദ്വീപുകൾ. ഉത്തരമഹാസമതലത്തിനും തീരസമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഉപദ്വീപീയ പീഠഭൂമി. ഉത്തരമഹാസമതലത്തിനും തീരസമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വതനിരകൾ: ആരവല്ലി, വിന്ധ്യ, സത്പുര, പശ്ചിമഘട്ടം, പൂർവഘട്ടം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വതനിരകൾ: ആരവല്ലി, വിന്ധ്യ, സത്പുര, പശ്ചിമഘട്ടം, പൂർവഘട്ടം. ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിരുകൾ: വടക്ക് പടിഞ്ഞാറ് ആരവല്ലി, കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗീർ മലനിരകൾ, വടക്ക് കിഴക്ക് ഷില്ലോങ് ആൻഡ് കാർബി ആംഗ്ലോങ് പീഠഭൂമി, തെക്ക് നീലഗിരി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിരുകൾ: വടക്ക് പടിഞ്ഞാറ് ആരവല്ലി, കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗീർ മലനിരകൾ, വടക്ക് കിഴക്ക് ഷില്ലോങ് ആൻഡ് കാർബി ആംഗ്ലോങ് പീഠഭൂമി, തെക്ക് നീലഗിരി. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങൾ: 1. ഡെക്കാൻ പീഠഭൂമി, 2. മധ്യമേടുകൾ, 3. വടക്കുകിഴക്കൻ പീഠഭൂമി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങൾ: 1. ഡെക്കാൻ പീഠഭൂമി, 2. മധ്യമേടുകൾ, 3. വടക്കുകിഴക്കൻ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ: അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ഓപ്ഷൻസ്: താപ്തി, സിന്ധു, പെരിയാർ, ഗംഗ. ആൻസർ ഓപ്ഷൻ ഡി, ഗംഗ. നദികൾ ഉത്ഭവിക്കുന്ന സ്ഥലവും പതിക്കുന്ന സ്ഥലവും: സിന്ധു നദി ഉത്ഭവം മാനസ സരോവർ തടാകം, പതിക്കുന്നത് അറബിക്കടൽ. ഗംഗാ നദി ഉത്ഭവം ഗംഗോത്രി, പതനം ബംഗാൾ ഉൾക്കടൽ. ബ്രഹ്മപുത്ര ഉത്ഭവം ചമയങ്തുങ്, പതനം ബംഗാൾ ഉൾക്കടൽ. നർമ്മദ നദി ഉത്ഭവം അമർകണ്ടക്, മൈക്കല മലനിരകൾ, പതനം അറബിക്കടൽ. താപ്തി നദി ഉത്ഭവിക്കുന്നത് മുൾത്തായ് പീഠഭൂമി, പതനം അറബിക്കടൽ. മഹാനദി ഉത്ഭവം സിഹാവ നിരകൾ, പതനം ബംഗാൾ ഉൾക്കടൽ. ഗോദാവരി ഉത്ഭവം നാസിക് കുന്നുകൾ, പതനം ബംഗാൾ ഉൾക്കടൽ. കാവേരി ഉത്ഭവം തലക്കാവേരി, പതനം ബംഗാൾ ഉൾക്കടൽ. കൃഷ്ണ ഉത്ഭവം മഹാബലേശ്വർ, പതനം ബംഗാൾ ഉൾക്കടൽ. അപ്പോൾ സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകം, പതനം അറബിക്കടൽ. ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രി, പതനം ബംഗാൾ ഉൾക്കടൽ. ബ്രഹ്മപുത്ര ഉത്ഭവം ചമയങ്തുങ്, പതനം ബംഗാൾ ഉൾക്കടൽ. നർമ്മദ അമർകണ്ടക്, മൈക്കല മലനിരകൾ, പതനം അറബിക്കടൽ. താപ്തി ഉത്ഭവം മുൾത്തായ് പീഠഭൂമി, പതനം അറബിക്കടൽ. മഹാനദി ഉത്ഭവം സിഹാവ നിരകൾ, പതനം ബംഗാൾ ഉൾക്കടൽ. ഗോദാവരി ഉത്ഭവം നാസിക് കുന്നുകൾ, പതനം ബംഗാൾ ഉൾക്കടൽ. കാവേരി ഉത്ഭവം തലക്കാവേരി, പതനം ബംഗാൾ ഉൾക്കടൽ. കൃഷ്ണ ഉത്ഭവം മഹാബലേശ്വർ, പതനം ബംഗാൾ ഉൾക്കടൽ.